ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇപ്പം ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുന്നതാണ്. കുഞ്ഞൂസിന് പനിയാണ്. അല്ല, എനിക്ക് പനിയായിരുന്നു, എൻ്റെത് കുഞ്ഞൂസിന് പകർന്നു. അപ്പം ഓനെ കാണിക്കാനാണ് ഇപ്പോൾ പോകുന്നത്. ഓനിന്ന് സ്കൂളിലും പോയിട്ടില്ല. അപ്പം അമ്മ സ്കൂള് വിട്ടിട്ട് വന്നിട്ട് നമ്മളിപ്പോൾ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മ ഇവിടെ ക്ലിനിക് കേരള വരാൻ തന്നെയാണ്. അപ്പോഴേക്കും എപ്പോഴും നമ്മൾ കാണിക്കുന്ന ആടെ നമ്മൾ എപ്പോഴും കാണിക്കുന്ന ഡോക്ടർ ഇല്ല. അങ്ങനെ നമ്മ കുഞ്ഞിനിപ്പോൾ പനിയൊന്നുമില്ല, വീട്ടിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ചേച്ചിക്ക് ഒരേപോലെ പകുതിയായിട്ട് വെക്കാൻ പോകുന്ന ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷനാണ് ചേച്ചിക്ക് വെച്ചെടുക്കാൻ പോകുന്നത്. എന്നെ കാണിക്കുന്നില്ല, എന്നിരുന്ന് നിന്നെ കാണിക്കുന്നില്ല. ഒരു ഇഞ്ചക്ഷൻ എല്ലാം വെക്കണം പനി എന്നെല്ലാം പറഞ്ഞ. എനിക്ക് കൂടുതലും കുത്തലീട് തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കാണിച്ചിട്ട് വന്നു. തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇവിടെ തിരക്കൊന്നും ഉണ്ടായില്ല. പക്ഷെ കാണിച്ചിട്ട് നമ്മൾ ഡോക്ടർ വന്നു, ഇതൊന്നും ഇല്ലല്ലോ മോനെ, ഇതൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഓന് പനിയുമില്ല, തൊണ്ടയിൽ ഇൻഫെക്ഷനും ഇല്ല. അത് ആദ്യമായിട്ട് നമുക്ക് ഇപ്പോൾ ചേച്ചിനെ കാണിക്കാൻ പോകുന്നത്. ഭയങ്കര പനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും ഇല്ലല്ലോ മോളെ. ഓനെ അവിടെ പിന്നെ അമ്മ അങ്ങോട്ട് ചോദിച്ചു ആൻറ്റിബയോട്ടിക് ഉണ്ടോ. അപ്പോൾ ഡോക്ടർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നാളെ മുതൽ കുഞ്ഞു സ്കൂളിൽ പോകും. പിന്നെ എന്താ പറയുക, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ 17 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൈസ വേണ്ട ചികിത്സക്ക്. ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ അറിഞ്ഞത്. അല്ല, 10 വയസ്സിന് താഴെയാണ്. എനിക്കറിയുന്നുണ്ടായിട്ടില്ല. അത് അമ്മ വിചാരിച്ച 10 വയസ്സിന് താഴെ. എനിക്കറിയുന്നേ ഉണ്ടായിട്ടില്ല. ഫ്രണ്ട്സ്, നമ്മൾ കുഞ്ഞൂസിന് റൊണാൾഡോൻ്റെ ജേഴ്സി വേണമെന്നാലും മേടിക്കാൻ വന്നിട്ടാണുള്ളത്. എൻ്റെ അമ്മ റൊണാൾഡോൻ്റെ ഒന്നുണ്ട്. ഇപ്പോൾ ഓൻ പറയുന്ന ക്ലബ്ബ് വേറെന്ന്. അമ്മ ഓന് മേടിച്ചു കൊടുക്കാൻ റെഡി ആയിട്ട് പോയതായിരുന്നു ഫ്രണ്ട്സ്. പക്ഷേ ഓൻ്റെ ബാഡ് ലക്ക് കിട്ടിയില്ല. ഓന് ഫ്രോക്ക് പോലെ ഇടാൻ വേണ്ടിയിട്ടുള്ളത് ഉണ്ടായിനി. അമ്മ റെഡി ആയിട്ട് മേടിച്ചു കൊടുക്കാൻ പോയതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കാൻ വന്നിട്ടാണല്ലേ. ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ സ്കൂളിൻ്റെ അടുത്ത് എത്തിയിടും. ഇപ്പം നമ്മൾ ബസ് കറക്റ്റ് മതിമോനെ കറക്റ്റ് ബസ് ഇറങ്ങുമ്പം നല്ല മഴ, ബസ് കയറുമ്പോൾ മഴയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മ എത്താനാകുമ്പോൾ കഴിഞ്ഞ ഇതിൻ്റെ മുമ്പത്തെ സ്റ്റോപ്പ് എത്തുമ്പം നല്ല മഴ. അമ്മ കാർ എടുക്കുന്നുണ്ട്. നേരെ പിടിക്കും. ക്ലോസ് ചെയ്ത് വിടില്ലെങ്കിൽ പൊടി മാറും. അപ്പോൾ ഗൈസ്, നമ്മിപ്പോൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഡോർ തുറക്കുന്നതാണ്. ചേച്ചി യൂണിഫോം വാങ്ങാനല്ലോ, വേറെന്തോ യൂണിഫോം അങ്ങനെ എന്തോ സാധനം വാങ്ങാൻ പോയത്. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തി. കുളിച്ച് ഫ്രഷ് ആവണം. ചൂടുവെള്ളത്തിലേ കുളിക്കാൻ പാടില്ല, ഭയങ്കര ക്ഷീണമാണ്. തണുത്തവെള്ളത്തിൽ കുളിച്ചാൽ തണുക്കും. മഴയത്തൊന്നും ആരും തണുത്ത വെള്ളത്തിൽ കുളിക്കില്ല കേട്ടോ, പനി വേഗം പിടിക്കും.